ഓ മാണിക്ക, തമ്പ്രാൻ ചേട്ടാ, എന്താടാ ഇത്രയും താമസിച്ചത്? ആളുകൾക്ക് പഴയതുപോലുള്ള പിക്കപ്പ് ഇല്ല. പഴയതുപോലുള്ള പിക്കപ്പ് ഇല്ല എന്ന് പറയായിരുന്നു. ഏതായാലും അമ്പലക്കുളത്തിൽ ഇറങ്ങി മോറൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം വീട്ടിൽ പോവാൻ. വണ്ടിയിൽ വെള്ളം ഇരിപ്പുണ്ട്, അതെടുത്തൊന്ന് വേഷ വാ കുലുക്കൊഴിഞ്ഞ് കുപ്പിളിച്ച് തുപ്പിയിട്ട് നിരയിലെ പെട്ടിന്ന് 2 ഏലക്ക എടുത്ത് വയലിട്ട് ചവച്ച കാര്യം കഴിഞ്ഞു. ഓ അക്കാലൊക്കെ പോയടാ. അല്ലെങ്കിൽ തന്നെ ഏലക്കാടെ മണം അടിക്കുമ്പോഴേ പെങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നല്ലോണം മോന്തിട്ടുണ്ടെന്ന്. അത് ശരിയാ. അല്ലെങ്കിൽ കൊച്ചു വെളുപ്പാൻ കാലത്ത് ആരെങ്കിലും ഏലക്കയനു. വേറൊരു വിദ്യ ഉണ്ട് തമ്പ്രാൻ ചേട്ടാ. വേണ്ട 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 വേണ്ട. നീ പറയുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ടോ അന്നൊക്കെ അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടോ? ഞാൻ പറയുന്നത് മോൻ അങ്ങോട്ട് കേട്ടോണ്ടാ മതി. ഓ ഓയ് ഓയ്. പിന്നെ ഈ ചന്തയിലെ വിശേഷങ്ങളൊക്കെ യശോദാമ്മയോട് വർണ്ണിക്കുമ്പോ ഞാൻ കള്ളു കുടിച്ച് പതിച്ച കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട. എന്റെ തല പോയാലും ഞാൻ പറയില്ല. നിനക്ക് വാഴയുണ്ട്, എനിക്ക് കഴിയണ്ട, ഞാൻ കുടിച്ചില്ലല്ലോ. என்ன மாணிக்கா, சௌக்கியமா? என்ன சௌக்கியமா? இப்படியே போயிட்டு. வணக்கம் ஐயா. இந்த தடவை சந்தை எப்படி இருந்ததுங்க? ഇത് വല്ലോ ചന്തയാണോ മുന്നുചാമി? ചന്തയാവണേ കുംഭവാസം കഴിയണം. എരണം കിട്ടവനെ, രാവിലെ എണ്ണീറ്റ് വരുമ്പോ ചൂലും വെള്ളമായിട്ട് നിക്കരുതെന്ന് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടടാ? ഞാള് ചൂലും വെള്ളമായി നിൽക്കുന്ന നേരം നോക്കി തമ്പ്രാട്ടി എന്തിനാ എണീറ്റ് വരുന്നത്? ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നശൂല. നീ എപ്പോഴാ ചന്തേന്ന് വന്നേ? ഞാള് പൊലച്ചൊക്കെ വന്നേ. ഓ, മറ്റേ 2 എവിടെ? തമ്പ്രാനും മാണിക്കനും പിന്നാലെ വരുന്നുണ്ട്. ചന്തയിൽ ചരക്കിറക്കിട്ട് കാളനെയും കുളിപ്പിച്ച് വണ്ടി കൊണ്ട് പോന്നോളാം ഞാളോട് പറഞ്ഞേ. മൂക്കറ്റം കേട്ടിട്ടായിരിക്കും തമ്പ്രാന്റെ വരവ്. അത് ഞാക്കറിയില്ല അമ്പ്രാട്ടി. തമ്പ്രാൻ കള്ളുപുര കയറി പോണത് ഞാള് കണ്ടിട്ടില്ല. പിന്നെ നീ എന്തോ കണ്ടു? കള്ളുപുര ഇറങ്ങി വരുന്നത് കണ്ട്. ഓഹോ, അപ്പൊ മുണ്ടും തുണിയൊന്നും ഇല്ലാണ്ടായിരിക്കും വരവ്. മുണ്ടൊക്കെ ഉണ്ട്, അതാരെയും നയിഞ്ഞു പോകാണ്ടിരിക്കാൻ തലയെ കെട്ടിരിക്കാന്ന് മാത്രം. എന്റെ ഈശ്വര, അവനെ ആ അവസ്ഥയെ കണ്ടിട്ട് വിളിച്ചോണ്ട് പോരാതെ നീ ഇങ്ങി പോന്നു അല്ലേ? ഞാള് വിളിച്ച് അപ്പൊ തമ്പ്രാൻ നല്ലൊരു ചീത്ത വിളിച്ച് പരപര വെളുത്തപ്പ ഞാള് ആജിമാടയിലെത്തി. അപ്പൊ ബസ്സുകാര് പറയുന്നത് കേട്ട് തമ്പ്രാൻ ചന്തയിൽ അടി നടത്തിന്ന്. നമ്മളമ്പ്രം പാവാമ്പ്രാട്ടി ആ മാണിക്കന്റെ ഒപ്പരം നടന്ന് നമ്മളമ്പ്രാൻ ചീത്തയായി പോയി. ഞാളിതിടെ പറഞ്ഞത് തമ്പ്രാനോട് പറയല്ലേ അമ്പ്രാട്ടി? നീ എന്തിനാ മാണിക്കണ്ട ദുഷി പറഞ്ഞത്? ഓൻ ദുഷ്ടവനായതുകൊണ്ട്. ഞാളെപ്പോലെ ഓന് ഇടുത്ത പണിക്കാരനാ. എന്നാലോ തമ്പ്രാനാന്നാ വിചാരം. ഓനെ ഇടുന്ന് അടിച്ചറക്കിയാലേ ഈ കുടുംബത്തിന് രക്ഷയുള്ളൂ. നോയിക്കോ, ഞാളിത് മാണിക്കണ്ണോട് പറയും. പറഞ്ഞ ഞാക്കെന്താ? ഓനെ ഞാളെന്തിനാ പേടിക്കുന്നു? കളിച്ചാലുണ്ടല്ലോ ഞാളോട്. കാളെ കൊണ്ട് ചവിട്ടി കൊല്ലിക്കും ഞാള് വേച്ചേക്കൂല്ല. എനിക്ക് ഓനോ ബലുത് ഞാളോ ബലുത്. മറക്കണ്ട, ഇന്റെ അപ്പൻ ഞാളെ മാമന. ചിങ്ങത്തിലെ കൊയ്ത്ത് കഴിഞ്ഞാല് ഇന്ന മംഗലം കഴിക്കുന്നത് ഞാളാ. ഞാളമംഗലം നീ മാത്രം തീരുമാനിച്ചപ്പോരല്ലോ. ഞാക്കിന്റെ അപ്പന്റെ ബാക്കിയുള്ളതാ. അപ്പന്റെ ബാക്കുണ്ടെങ്കിൽ ഇനിയിപ്പോ അപ്പനെ കെട്ടിക്കോ. അതിന് പരലോകം വരെ പോണ്ട മോളെ. തമ്പ്രാൻ വരണം. ഗഞ്ചിമൂടെ കാന്താരി വിവരം അറിയും ഇല്ലയോ മാണിക്ക? പിന്നെ ഇത്തവണ നല്ല ഉശിരുള്ള ഉരുക്കളല്ലേ വാങ്ങിച്ചിരിക്കുന്നത്. കാശിത്തിരി കൂടിയാലെന്ത്, കണ്ടിറങ്ങിയ പറ പറക്കും. ഗഞ്ചിമൂടെ കാന്താരിയുടെ മാനം ഇത്തവണ പട്ടം പറപ്പിക്കും പോലെ ഞാൻ പറപ്പിക്കും. അപ്പോഴേ യശോദാമ്മയ്ക്ക് നമ്മളെ പറ്റി മനസ്സിലാവും. ഇപ്പൊ തന്നെ എനിക്കെല്ലാം മനസ്സിലായി. എടാ സത്യം പറ, നീ കള്ളു കുടിച്ചോ? ഞാനോ? കള്ളു കുടിച്ചെന്നോ? അയ്യേ, സത്യം പറയടാ, കള്ളു കുടിച്ചോ? ഞാൻ കുടിച്ചു. നീയല്ല, ഇവൻ കള്ളു കുടിച്ചോന്ന്? ഇല്ലേ? ഇനി പറ, കുടിച്ചില്ലേ? കുടിച്ചു. വന്ന് നീ എന്റെ മുഖത്ത് നോക്കി നുണ പറയാനും തുടങ്ങിയല്ലേ? പെങ്ങളെ വെറുതെ കിട്ടിയപ്പോഴുള്ള സന്ധി കള്ളു കുടിച്ചു. അത് ഒരു സന്തോഷത്തിന്. അത് തെറ്റാണെങ്കിൽ ക്ഷമിച്ചു തരാം, മാപ്പ് പോരെ.
നീ തല്ലുണ്ടാക്കിയില്ലേ? തല്ല ആ ഞാനോ? അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു ഈ പുളുവൊക്കെ? മാണിക്കാ, നീ ഇത് കേട്ടോടാ? അത് ആനപ്പുള്ളൂ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കൈ തലേ വെക്കടാ. നിന്റെ തലയിലല്ല, എന്റെ തലയിൽ വെക്കേ. കള്ളു കുടിച്ചിട്ട് ചന്തയിൽ എന്തുണ്ടായി എന്ന് പറ. അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല തമ്പ്രാട്ടിയമ്മേ. തമ്പ്രാൻ ചേട്ടന്റെ കാലിടറി അങ്ങോട്ട് വീണു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അപ്പൊ വീണപ്പോ അവിടെ ഒരു തൂണുണ്ടായിരുന്നു, അതിന് നല്ല ബലമില്ലാത്തതുകൊണ്ട് തൂണും ചേട്ടനും കൂടെ അങ്ങോട്ട് വീണു. അത്രേ ഉണ്ടായുള്ളൂ. അപ്പൊ തൂണിന്റെ അടിയില് ഒരു ചട്ടി ഉണ്ടായിരുന്നു, അത് പൊട്ടി, അത്രേ ഉള്ളൂ. ഞങ്ങളിങ്ങി പോന്നു. കൈ ഇവിടെ വെക്കടാ. ഒരു ചട്ടി പൊട്ടിയതിനാണോ ഉന്തന്താളും ഉണ്ടായത്? ഒരു ചട്ടിയല്ല തമ്പ്രാട്ടിയമ്മേ, ഈ പൊട്ടിയ ചട്ടിയുടെ മുകളിൽ 10-200 ചട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ താഴത്തെ ചട്ടി പൊട്ടിയപ്പം അതെല്ലാം കൂടെ ചടപടാന്ന് പൊട്ടി, അത്രേ ഉള്ളൂ. സ്വാഭാവികം. അപ്പൊ അതിൽ ഒരെണ്ണം തെറിച്ച് അടുത്ത് നിന്നിരുന്ന ലോറിയുടെ ചില്ലേ കൊണ്ടു. ഈ ചട്ടിയും ചില്ലും ഒക്കെ അല്ലയോ, അത് തട്ടിന്നും പൊട്ടിയതൊക്കെ ഇരിക്കും, അത്രേ ഉള്ളൂ. സ്വാഭാവികം. അല്ല, ഈ കള്ളുകൂടിയന്മാർ ലോറിക്കാരുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമോ? പിന്നെ പോലീസുകാരെ വിളിച്ച് ഞങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞങ്ങളിലേക്ക് പോന്നു, അത്രേ ഉള്ളൂ. കളിച്ചു പറയടാ. എന്നാ ഇനി തെളിച്ച് പറഞ്ഞേക്കാം. ലോറിക്കാർ തമ്പുരാനെ തല്ലി, തമ്പുരാൻ തിരിച്ചു തല്ലി, പിന്നെ കൂട്ടത്തല്ലായി. പോലീസുകാർ വന്ന് കേസെടുത്തു. ഈശ്വര, ശരിക്ക് തല്ല് കിട്ടിയോ? എനിക്ക് 3-4 കിട്ടി, ഞാൻ 10 രൂപ തന്നെ തിരിച്ചു കൊടുത്തു. തമ്പ്രാൻ കിട്ടിയ ചറപറാന്നായതുകൊണ്ട് എണ്ണാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊന്നുമില്ല. പോലീസുകാർ വന്ന് കേസെടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു കേസെടുക്കുന്ന ഞങ്ങൾക്ക് ചൊക്കുമില്ല. ഞങ്ങളെ യശോദാമ്മ കാത്തിരിക്കുകയാണ്. ആ അമ്മയ്ക്ക് പൊങ്കലിനൊടുക്കാൻ ഒരു കസവ് പുടവ വാങ്ങാൻ ഇറങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ് മത്താപ്പ് പോലത്തെ ഒരു കസവ് പുടയും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളിങ്ങി പോന്നു. ഇത് നോക്കിയേ, നെയ്ത്തുകാരന്റെ അടുത്ത് പറഞ്ഞ് 7 എണ്ണി വാങ്ങിച്ചതാ. ഈ നാട്ടിൽ ഗിഞ്ചമൂട ഗാന്ധാരിക്ക് പോലും ഇങ്ങനൊരു പുടവയില്ല. ഇതെടുത്തുകൊണ്ട് തമ്പാട്ടിയമ്മ പൊങ്കലിന് കാവിൽ വന്ന് നിന്നാൽ 10 മാറ്റുള്ള 100 മൂരിക്കുട്ടന്മാര് നിരന്നു നിന്നാലും നിലവിളക്ക് പോലുള്ള തമ്പാട്ടിയമ്മയുടെ മുഖത്തുനിന്ന് ഒരുത്തനും കണ്ണെടുക്കില്ല. വേഗം ഇതെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേ, ഞങ്ങൾ ആ ചേലൊന്ന് കാണട്ടെ. ഇപ്പൊ വേണ്ട. കാളയോട്ടത്തിന്റെ അന്ന് നീ ജയിച്ചു വരുമ്പോ ഞാൻ ഇത് എടുത്തിട്ട് കാണാൻ നിൽക്കുന്നുണ്ട്. അതെ അതെ, പെങ്ങള് പറഞ്ഞാ ശരി. ഇതൊക്കെ ഒരു പ്രാവശ്യം നീ മിണ്ടരുത്. 2 ഞാൻ വെച്ചിട്ടുണ്ട്. പോയി കുളിച്ചു വന്നു വല്ലത് കഴിക്കേ. നീ ഇല്ലയോ പറഞ്ഞ തല പോയാലും ഒന്നും പറയൂലെന്ന്? പറയുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണം. തല പോയാൽ ഒന്നും പറയൂലെന്നാണ് പറഞ്ഞത്. തല പോയാൽ ചത്തുപോലേ, പിന്നെ എങ്ങനെ പറയാൻ പറ്റും? വലിയ ഗൗരവൊന്നും കാണിക്കണ്ട, ഞാൻ ഇല്ലെങ്കിൽ കാണായിരുന്നു. അണ്ണയ്യ, എവിടേക്കാ പോണേ? ഒന്ന് മുങ്ങിച്ചാവാൻ. വേണ്ടാത്തൊന്നും മിണ്ടണ്ടോ. നീ കൊഴയാതെ പറയാൻ വല്ലതുകൊണ്ട് നേരെ പറ. പിന്നെ ഇന്നലെ തത്ത പറഞ്ഞു ഞങ്ങളെ മോഹൊക്കെ നടക്കുന്നു. ഏത് തത്ത? ആ കൈ നോക്കണ തിമ്മയ്യല്ലേ, ഓന്റെ ചീട്ടെടുക്കണ തത്ത. ചീട്ട് നോക്കിട്ടാ പറഞ്ഞേ നടക്കുന്നു. എന്ത് നടക്കുന്നു? ഞാൻ കണ്ണയ്യെ കിട്ടുന്നു. അയ്യേ, തിമ്മയ്യും തത്തയും പറയുന്നതല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. തിമ്മയ്യും തത്തയും എല്ലാത്തിനും കൂടെ പൊട്ടക്കുളത്ത് ഞാൻ ചവിട്ടിത്താക്കും. തത്ത പറഞ്ഞാ നടക്കും. തിമ്മയ്യ പറഞ്ഞത് അപ്പക്കാളേനോട് പറയണ്ടട്ടാ, അല്ലേലും ഓന് അണ്ണയോട് കെറുവാ. ചന്തയില് കള്ളു കുടിച്ചൊന്നും ഭയക്കൊണ്ടാക്കിയെന്നും എന്തൊക്കെയാ തമ്പാട്ടിയോട് പറഞ്ഞേ? തൊണ്ണൂറ്റിയേഴ്, 98, 99, 99, 100. ഇത് കള്ള് ഷാപ്പിൽ കയറി കള്ളു കുടിച്ച കാര്യം പറഞ്ഞതിന്. ഇനി ലോറിക്കാരുമായി തല്ലുണ്ടാക്കിയ കാര്യം പറഞ്ഞതിന് മാണിക്ക, നമുക്ക് എത്ര കാളയുണ്ട്? നമുക്ക് 52, 53, 55. 55 കാളയും 1 കാളയ്ക്ക് 4 തൊട്ടി വെള്ളം വെച്ച് കിണറ്റിന്ന് കോരി വൈകുന്നതിന് മുമ്പ് കുളിപ്പിച്ച് തീർക്കണം. എന്നിട്ട് എന്നെ ഒന്ന് കാണണം. അപ്പൊ ഈ പിന്നെ പോലീസുകാർ വന്ന കാര്യം പോലീസുകാർ വന്ന കാര്യം പറഞ്ഞതിന് അതിനുള്ള ശിക്ഷ ഞാൻ അപ്പ പറയാം. എടാ മാണിക്ക, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ಕಾಳೆಗಾಡಿ ಪಂದ್ಯದಲ್ಲಿ ಓಡಿಸೋಕೆ ಒಬ್ಬ ಮನುಷ್ಯನ್ ನೋಡಿದ್ದೀನಿ, ಮಾರಿಮುತ್ತು. ವಾಣಿಂಕುಳ ಮಾರ್ಕೆಟ್ ನಲ್ಲಿ ಎತ್ತಿನ ಗಾಡಿ ಓಡಿಸಿದ್ರೆ ಅವನೇ ನಂಬರ್ 1. ಆದ್ರೆ ಸ್ವಲ್ಪ ಹಣ ಹೆಚ್ಚು ಕೇಳ್ತಾನೆ. ರೊಕ್ಕದ ಪ್ರಶ್ನೆ ಅಲ್ಲ, ಆದರೆ ಈ ಸದಿ ನಾ ಗದಲಬೇಕು. തമ്പ്രാട്ടി, ഈ ചോമണ്ണ പറയുന്നൊന്നും കൂട്ടണ്ട. കഴിഞ്ഞ പൊങ്കലിന് ഇയാൾ വീരവാദം അടിച്ചിട്ടല്ലേ ഒരു കിഴങ്ങനെയും കൊണ്ട് വന്നത്. ഓട്ടം കഴിഞ്ഞപ്പോ മാണിക്യൻ ജയിച്ചു. നമ്മുടെ കാള മാണിക്കന്റെ കാളയുടെ 7 അയലത്തെത്തിയില്ല. നമ്മുടെ മാനവും പോയി, വാതു വെച്ച 100 നിലവും പോയി. ഇത്തവണ തോറ്റ ഇവനെ ഞാൻ ഈ കെട്ടിനകത്ത് കേട്ടില്ല. രാജയ, ഇവനക്ക് ಏನು ಬೇಕೋ ಕೊಟ್ಟುಕೊಳ್ಸು.